ഗോ ഗെറ്റർ, ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗോ ഗെറ്റർ. എന്താണ് ഗോ ഗെറ്ററിന്റെ ഇമ്പോർട്ടൻസ്? ഈ ബിസിനസ്സിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ബിസിനസ് പ്രോഫിറ്റബിൾ ആയിട്ട് മാറണമെങ്കിൽ നാം പ്രോഫിറ്റബിൾ ആവുന്നതിനേക്കാൾ നമ്മളുടെ ഫസ്റ്റ് സർക്കിളിനെ മിനിമം പ്രോഫിറ്റബിൾ ആക്കി മാറ്റുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരുപക്ഷെ നമുക്ക് പൈസ എത്ര കിട്ടുന്നു എന്നുള്ളതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ മിനിമം ഫസ്റ്റ് സർക്കിളെങ്കിലും എത്രമാത്രം പ്രോഫിറ്റബിൾ ആണ് എന്നുള്ളത് നോക്കേണ്ടത്. ഈ ബിസിനസ് എപ്പോഴും ഹൈ ലെവലിലേക്ക് ബിൽഡ് ചെയ്യേണ്ടത് എപ്പോഴും നമ്മളുടെ ടീമിൻ്റെ നെറ്റ്വർക്ക്, അതായത് ഞാൻ സ്പോൺസർ ചെയ്യുന്നൊരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിൻ്റെ നെറ്റ്വർക്ക് സ്ട്രോങ് ആയിട്ട് പവർഫുൾ ആയിട്ട് പ്രോപ്പർ ആയിട്ട് ബിൽഡ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് പാസീവ് ഇൻകം പോലുള്ള കാര്യങ്ങൾ നേടാൻ പറ്റുക. സാധാരണ പറയാറുണ്ട്, ഗോ ഗെറ്റേഴ്സ് ആർ ദി ഗോൾ ഗെറ്റേഴ്സ്. ഗോ ഗെറ്റേഴ്സ് ആണ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന ഗോൾ ഗെറ്റർ ആയിട്ട് മാറാറുള്ളത്. സോ ഗോ ഗെറ്റർ എന്ന് പറയണമെങ്കിൽ കുതിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഒരുപക്ഷെ ഒരു മാരത്തോണൊക്കെ ഓടാൻ വേണ്ടിയിട്ട് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിൽക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ആ ലെവലിൽ നിൽക്കുന്ന, നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഗോ ഗെറ്റർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമ്മുടെ ടീമിൽ ഗോ ഗെറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം? എന്താണ് ഗോ ഗെറ്റർ എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. 3 steps ടു ക്രൗണിൽ വ്യക്തമായിട്ട് അത് പരാമർശിക്കുന്ന ഒരു വിഷയമാണ്. എന്നാലും പറയാം, നമ്മൾ ആദ്യം ഒരു കോർ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറുക. കോർ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് 4-5 ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്. അതിൽ ആദ്യത്തെ ക്രൈറ്റീരിയ ആണ് ഫോളോ 10 കോർ സ്റ്റെപ്പ്. 100% നമ്മുടെ 10 സ്റ്റെപ്പുകൾ, 10 കോർ സ്റ്റെപ്പുകൾ അത് ഫോളോ ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. അതുകൂടാതെ ഒരു പ്രസന്റർ ആയിട്ട് മാറേണ്ടതുണ്ട്. അതുപോലെ പിന്നെ നമ്മളുടെ വിന്നിങ് ടീമിന്റെ എല്ലാ ടൂൾസും യൂസ് ചെയ്യേണ്ടതുണ്ട്. നമുക്കൊരു 5 ലോയൽ കൺസ്യൂമേഴ്സ് ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ വെസ്റ്റീജിന്റെയും വിന്നിങ് ടീമിന്റെയും ടൂൾസ് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു, അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. 5 സ്റ്റെപ്പുകളാണ്. അതിലൂടെ ഒരു വ്യക്തി ഒരു കോർ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറും. ഒരു കോർ ഡിസ്ട്രിബ്യൂട്ടറുടെ എന്താണ്, അദ്ദേഹത്തിന്റെ ഒരു കോർ ആണോ എന്നുള്ളതിന് എങ്ങനെ അറിയാൻ സാധിക്കും? അദ്ദേഹം പേഴ്സണൽ PVയിലൂടെ അല്ലാതെ ഒരു 500 PV സർക്കിൾ, ഒരു 500 PV ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ റിയലി ഒരു കോർ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് നാം വിളിക്കുന്നുണ്ടാവുക. അങ്ങനെ കോർ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള 6 വ്യക്തികളെ സ്പോൺസർ ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തി ഗോ ഗെറ്റർ ആയിട്ട് മാറുന്നുണ്ടാവുക. നോർമലി 6 വ്യക്തികളെ കോർ ആയിട്ട് നാം ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 6 പേരും വളരെ സിസ്റ്റം ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. 6 വ്യക്തികളും 10 കോർ സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്ന വ്യക്തികൾ ആയതുകൊണ്ട് തന്നെ അവർ ഡ്രീം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എല്ലാ മീറ്റിങ്ങുകളും അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, എല്ലാ പ്രൊഡക്റ്റുകളും അവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്, ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്, പ്രോപ്പറായിട്ട് ഇൻവിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഒരു 6 വ്യക്തികൾ വളരെ സ്ട്രോങ് ആയിട്ട് ഉള്ള ഒരു വ്യക്തിയാണ് ഗോ ഗെറ്റർ. ആരാണോ ഒരു ഗോ ഗെറ്റർ ആയിട്ട് മാറുന്നത് അവർക്ക് നോർമലി എന്ന് പറഞ്ഞാൽ 6 പേര് ടീമിലുള്ള വ്യക്തിയല്ല ഞാൻ പറയുന്നത്, 6 കോർ ഡിസ്ട്രിബ്യൂട്ടർ ഉള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിനെ സംബന്ധിച്ച് എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ബിസിനസ്സിൽ നിന്ന് അദ്ദേഹത്തിന് ഒരിക്കലും വിട്ടുപോകാനും സാധിക്കുന്നുണ്ടാവില്ല. അതുപോലെ ഏത് കാലഘട്ടത്തിലും അദ്ദേഹത്തിന് ബിസിനസ് വളരെ പ്രോഫിറ്റബിൾ ആയിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു 500 PV സർക്കിൾ, അതാണല്ലോ നമ്മൾ കോർ ഡിസ്ട്രിബ്യൂട്ടറുടെ ഒരു ബിസിനസ് വോളിയം, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ മിനിമം വോളിയം എന്ന് പറയുന്നത് 500 ആണ്. ഓക്കെ, കൂടുതലുണ്ടാവും, എന്നാൽ പോലും മിനിമം 500 ആണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും അങ്ങനെ ഒരു 6 വ്യക്തികളുണ്ടല്ലോ, ആ വ്യക്തിയുടെ ടോട്ടലായിട്ടുള്ള ഒരു ഓർഗനൈസേഷനിൽ മിനിമം ഒരു 3500 PV എങ്കിലും ഏറ്റവും കുറഞ്ഞത് ആ ഓർഗനൈസേഷനിൽ നമ്മുടെ കൂടെ വരുന്ന ആ ഗോ ഗെറ്റർ ഡിസ്ട്രിബ്യൂട്ടറുടെ മിനിമം വരുന്നുണ്ടായിരിക്കും. 3500 PV ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി നമുക്കറിയാം മിനിമം ബ്രോൺസ് ആണ് അല്ലേ. എന്തൊക്കെ ചലഞ്ചസ് വന്നാലും, എങ്ങനെയൊക്കെ ബിസിനസ്, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാൽ പോലും 3500 PV ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ അദ്ദേഹത്തിന് മിനിമം ഒരു 12,000 രൂപയിൽ കൂടുതൽ ഇൻകം മിനിമം കിട്ടുന്നുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ നമ്മൾ മിനിമം പ്രോഫിറ്റബിലിറ്റിയിലേക്ക് എത്തിക്കുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് 3500 PV ക്രിയേറ്റ് ചെയ്യുന്നതല്ല ഇവിടുത്തെ മാജിക്. ആ 3500 PV ക്രിയേറ്റ് ചെയ്തത് 6 കോർ ഡിസ്ട്രിബ്യൂട്ടറിലൂടെയാണ്.
അതിന്റെ അർത്ഥം എന്താ? നാളെ ഈ കോർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഗോഗറ്റർ ആയിട്ട് മാറുന്ന സമയത്ത് നമ്മളുടെ ഫസ്റ്റ് സർക്കിളിൽ വരുന്ന ഗോഗറ്റർ അദ്ദേഹം ഒരു ക്രൗൺ ഡയറക്ടർ ലെവലിലേക്കും ഹൈ LOBയിലേക്കും ഒക്കെ മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. സൈഡ് വോളിയം അവിടെ ചലഞ്ച് ആവില്ല. എപ്പോഴും ഒരു ഗോഗറ്റർ സ്ട്രക്ചറിന്റെ അഡ്വാൻറ്റേജ് സൈഡ് വോളിയം ചലഞ്ച് ആവില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അന്ന് വിന്നിംഗ് ടീം സിസ്റ്റമായിട്ട് നമ്മൾ കണക്റ്റഡ് അല്ല എങ്കിൽ പോലും അന്ന് ഭരതേട്ടൻ അന്ന് റെക്കമെൻഡ് ചെയ്തൊരു സ്ട്രക്ചറാണ് ഒരു 6 ടീം ബിൽഡ് ചെയ്യുക. എൻ്റെ ഇതുവരെയുള്ള ബിസിനസ് ലൈഫിൽ ആകെ 1 മാസം മാത്രമാണ് സൈഡ് വോളിയം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഇൻകം ഇല്ലാതിരുന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ മാസങ്ങളിലും 6 ടീമിൽ പ്രോപ്പറായിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്തതിൻ്റെ അഡ്വാൻറ്റേജ് എല്ലാ മാസവും ഞാൻ അറിയാതെ നോർമലി ഒരു 10-ാം തീയതി ആകുമ്പോഴേക്കും എൻ്റെ സൈഡ് വോളിയം കംപ്ലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ക്രൗൺ ലെവലിന് മുകളിലേക്ക് പോകുമ്പോൾ സൈഡ് വോളിയം ആവശ്യമായിട്ട് വരുന്നില്ല. എനിവേ, ഞാൻ പറഞ്ഞു വന്നത് ഗോ ഗെറ്റർ സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ പ്രോഫിറ്റബിലിറ്റി, നിങ്ങൾക്കല്ല നിങ്ങളുടെ ഡൗൺലൈന്, നിങ്ങളുടെ സഹപ്രവർത്തകന് പ്രോഫിറ്റബിലിറ്റി അഷ്വർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇത് ഡ്യൂപ്ലിക്കബിൾ ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത ലെയറിനും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റബിളുമാണ്. നമ്മൾ സാധാരണ വിന്നിംഗ് ടീമിൽ പറയും ലോങ് ടൈം, സസ്റ്റൈനബിൾ, ഡ്യൂപ്ലിക്കബിൾ ആൻഡ് പ്രോഫിറ്റബിൾ. ഈ എല്ലാ ഘടകങ്ങളും ഒത്തുവരുന്നത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗോ ഗെറ്റർ സ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്ന സമയത്താണ്. സോ ബി എ ഗോ ഗെറ്റർ. നിങ്ങളൊരു ഗോ ഗെറ്റർ ആയിട്ട് മാറുക. ആദ്യം ടീമിനെ കുറിച്ച് നമുക്ക് അടുത്ത സ്റ്റേജിൽ ചിന്തിക്കാം. നിങ്ങളൊരു ഗോ ഗെറ്റർ ആയിട്ട് എന്നാണ് മാറുന്നത്? ഇന്ന് നാം സംസാരിക്കുന്ന ഈ ദിവസം മുതൽ അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ എന്തുകൊണ്ട് നിങ്ങൾക്കൊരു ഗോ ഗെറ്റർ ആയിട്ട് മാറിക്കൂടാ? നിങ്ങൾ ആദ്യം നിങ്ങളുടെ കോർ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുക. അതിനുവേണ്ട 150 PV എന്നുള്ളത് മാത്രമല്ല പറയുന്നത്, ബാക്കി എല്ലാ ക്രൈറ്റീരിയാസും നിങ്ങൾ ഫുൾഫിൽ ചെയ്യുക. അതുകൂടാതെ നിങ്ങളൊരു ഗോ ഗെറ്റർ ആയിട്ട് മാറുക. അതിനുശേഷം നിങ്ങളുടെ ടീമിൽ കൂടുതൽ ഗോ ഗെറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. വിന്നിംഗ് ടീമിൽ എപ്പോഴും പറയാറുള്ള ഒരു മുദ്രാവാക്യമാണ് അല്ലെങ്കിൽ ഒരു സ്ലോഗനാണ്, ബി എ ഗോ ഗെറ്റർ ആൻഡ് ക്രിയേറ്റ് ഗോ ഗെറ്റേഴ്സ്. ബി എ ഗോ ഗെറ്റർ ആൻഡ് ക്രിയേറ്റ് ഗോ ഗെറ്റേഴ്സ്. 3 സ്റ്റെപ്സിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, 3 സ്റ്റെപ്സിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, നമ്മൾ വിന്നിംഗ് ടീമിന്റെ പിന്നുകൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് വെസ്റ്റീജിന്റെ എല്ലാ പിന്നുകളും നമ്മളുടെ പിന്നാലെ ഇങ്ങോട്ട് വരും. ഇല്ല എങ്കിൽ വെസ്റ്റീജിന്റെ പിന്നാലെ നാം പിന്നാലെ പോകുന്ന സമയത്ത് പലപ്പോഴും പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഒരുപക്ഷെ വന്നേക്കാം. ഒരുപക്ഷെ നാം ഒരു ടീം ബിൽഡ് ചെയ്തു, അപ്പൊ നോക്കുന്ന സമയത്ത് സൈഡ് വോളി ഇല്ല, ചില സമയത്ത് സൈഡ് വോളി ഉണ്ടാവും, ആ സമയത്ത് ഒരു ടീം ക്വാളിഫൈ ചെയ്തിട്ടില്ല. ഇങ്ങനെ പല പ്രതിസന്ധികൾ ഒരുപക്ഷെ നമ്മൾ വെസ്റ്റീജിന്റെ പിന്നുകൾ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. പക്ഷെ വിന്നിംഗ് ടീമിന്റെ പിന്നുകൾ ഫോക്കസ് ചെയ്ത് നോക്കൂ, കോർ ഗോ ഗെറ്റർ ക്രൗൺ ക്ലബ് ഫോക്കസ് ചെയ്ത് നോക്കൂ, നിങ്ങളറിയാതെ വെസ്റ്റീജിന്റെ പിന്നുകൾ നമ്മുടെ പിന്നാലെ ഇങ്ങോട്ട് വരുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ ബി എ ഗോ ഗെറ്റർ ആൻഡ് ക്രിയേറ്റ് ഗോ ഗെറ്റേഴ്സ്.